നമസ്കാരം. ഒരു കാലത്ത് കൊച്ചി നഗരത്തെ നിയന്ത്രിച്ചിരുന്നത്, ഭരിച്ചിരുന്നത് ഗുണ്ടാ സംഘങ്ങളായിരുന്നു, കൊട്ടേഷൻ സംഘങ്ങൾ. മരട് അനീഷ്, തമ്മന ഷാജി, തമ്മനം ഫൈസൽ, പെരുമ്പാവൂർ അനസ്, അങ്ങനെ തുടങ്ങി നിരവധി ഗുണ്ടാ നേതാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഗുണ്ടാ ആക്ട് നിലവിൽ വന്നു. പല ഗുണ്ടാ നേതാക്കന്മാരും ഗുണ്ടാ സംഘങ്ങളും നാടുവിട്ടു. ചിലർ ഒളിസങ്കേതത്തിൽ നിന്നും പ്രവർത്തിച്ചു. പക്ഷെ വീണ്ടും ഈ ഗുണ്ടാ നേതാക്കന്മാർ കൊച്ചിയിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഓരോ ദിവസങ്ങളിലും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ഏറ്റുമുട്ടലുമൊക്കെ, അതിന്റെ വാർത്തകളൊക്കെ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്? ഒരു കാലത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ, ഈ വിവിധ ഗുണ്ടാ സംഘങ്ങളൊപ്പം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ് എന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, തുറന്നു പറയാനുണ്ട്. എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം, ഈ മാഫിയകളുടെ എങ്ങനെയാണ് ഈ നഗരത്തെ അടക്കം നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. സ്വാഗതം. ഔറംഗസേബ് പേര്, ചെല്ലപ്പേര്, വട്ടപ്പേര്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഔറംഗസേബ് തന്നെയാണ് ഫുൾ നെയിം. ഔറംഗസേബ്, വട്ടപ്പേരൊന്നുമില്ല. എത്ര കേസുകളിൽ പ്രതിയാണ് ഔറംഗസേബ്? ടോട്ടലും 32-31 കേസ് ഉണ്ടായിരുന്നു. എല്ലാം വിട്ടുവിട്ട് പോയി. ഇനി ഒരു 16 കേസോളം നിലവിലുണ്ട്. 16 കേസ് നിലവിലുണ്ട്. അത് ഏതൊക്കെ കേസുകളാണ്? കൊലക്കേസ് ഉണ്ട്. ഒരു കൊലക്കേസ് ഉണ്ട്, അത് മംഗലാപുരത്ത് വെച്ചിട്ടുള്ള ഒരു കൊലക്കേസാണ്. പിന്നെ കുറെ 307, അത് തൃശ്ശൂര്, വയനാട്, ചാവക്കാട്, എറണാകുളം, അങ്ങനെ പറയാം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കേസുകളാണ്. പിന്നെ വീടാക്രമണം എന്നുള്ള, വീടിന്റെ ഉള്ളിൽ കയറി ആക്രമിക്കുക, അങ്ങനെയുള്ള കേസുകൾ. ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. ഒരു ഗ്യാങ് വാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, കൊട്ടേഷൻ എന്നും പറയാൻ പറ്റില്ല, ഗ്യാങ് വാറായിട്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ കേസ് വന്നത്. അതെ, അത് ഉണ്ണിക്കുട്ടൻ മട്ടൻ എന്ന് പറയും. ഞങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു. തമ്മിലുള്ളൊരു വൈരാഗ്യത്തിന്റെ പുറത്ത് ആയതാണത്. ഓൾറെഡി ട്രെയിൽ അടക്കാണ് കർണാടകയില്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഔറംഗസേബ് എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘത്തിൽ, ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക്, കൊട്ടേഷൻ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടുന്നത്? അത് ശരിക്കും പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇങ്ങനെ ഓട്ടം ബോളം, അങ്ങനെ ചെറിയ തല്ലുകൊടുക്കും ബോളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചറിന്റെ കാലം വിട്ടൊരു പടക്കം എറിഞ്ഞായിരുന്നു. സാധാ ചുമ്മാ സാധാരണ ഗുണ്ടില്ല, അത് മേടിക്കുന്ന ഗുണ്ട്, അതിങ്ങനെ എറിഞ്ഞിങ്ങനെ. SPWHS ആലുവ കമ്പനി പഠിക്കില്ല. 10th-ലല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കേസ്. വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇങ്ങനെ കൂട്ടത്തിൽ എറിഞ്ഞ് വെറുതെ തമാശ എറിഞ്ഞാണ്. കൂട്ടുകാരില്ല, ഞാനും വേറെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാലും കൊണ്ടിട്ട് കാല് ശരിക്കും പൊള്ളിയായിരുന്നു. അങ്ങനെ വന്ന സംഭവമാണ് അത്. ജുവൽ ഹോം ഇതായിട്ടുണ്ടായില്ല, ഏജാവത്ത കാരണം. അതാണ് തുടക്കം. ഫസ്റ്റത്തെ കേസ്. പിന്നീട് ഗുണ്ടാ സംഘത്തിലേക്ക് അകപ്പെടുകയില്ല. അതെ, പിന്നെ ഫൈസലായിട്ട് കമ്പനി ഫൈസലുമായിട്ട് വന്നിട്ട് പിന്നെ നിരവധി ഒരുമിച്ച് നിന്നിട്ടുള്ള കേസുകൾ പറയണ്ടായിരുന്നു. എത്ര വർഷം ഫൈസലിനൊപ്പം പ്രവർത്തിച്ചു? 5 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് പോയത് ഇങ്ങനെ തമ്മിലുള്ള ചില പേരിൽ അങ്ങനോടും തെറ്റിത്തിരിഞ്ഞു പോയത്. തെറ്റി. പിന്നീട് പിന്നെ ഫിറോസ്ക എന്നുള്ളതുണ്ട്, കളമശ്ശേരി എന്നുള്ള പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതിന്റെ പേരിൽ മാത്രമല്ല, അല്ലാതെ കുറെ കാര്യങ്ങളും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് കൊണ്ട് നിർത്തിയത് പുള്ളി തന്നെയാണ്, മര്യാദക്കായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പുള്ളി പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അനസിന്റെ കൂടെ വന്നത്. അതെ, ഒരു 8-9 വർഷം. കൊട്ടേഷൻ പ്രവർത്തനം തന്നെ. കൊട്ടേഷൻ പ്രവർത്തനം തന്നെയാണ്. വർക്ക് എടുത്തിട്ടൊക്കെ ചെയ്ത് അങ്ങനെ. കൊട്ടേഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് വാങ്ങിച്ചിട്ട് സ്കെച്ചിട്ടൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് കൊട്ടേഷൻ സ്വീകരിക്കുന്നത് ഈ പെരുമ്പാവൂർ അനസായിരിക്കും. അതെ, വർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളായിരിക്കും. അതെ.
അതിനകത്ത് പല രീതി കൊട്ടേഷൻ എങ്ങനെയായിരിക്കും? ഒരാളെ കൊലപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, അതിൽ കയ്യും കാലും തല്ലുപിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, കൊട്ടേഷനിലെല്ലാം വരുമല്ല, എല്ലാ ഇതും അതിലുണ്ട്. അനസായിട്ട് ഇപ്പം കെട്ടി നിൽക്കുകയാണോ അതോ എങ്ങനെയാണ്? അനസ് ഇപ്പൊ ഏത് ഗ്യാങ്ങിലെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരു ഗ്യാങ്ങിലും ഇല്ലാണ്ട് മാറി നിൽക്കുന്നതാണ്. കാര്യം ഗ്യാങ് ഒന്നുമില്ല. കാര്യം ഇപ്പൊ ഇത്ര വർഷം ഓൾറെഡി അങ്ങനെ തന്നെയാണ്. കാര്യം 9 വർഷമായിട്ട് അവന്റെ കൂടെ നിന്നിട്ട് അവൻ നമുക്ക് എല്ലാവരും ഇപ്പൊ കൂടുതലുള്ള ഒരാളുമില്ല, എല്ലാവർക്കും കൂട്ട് ചതി പോലെ ചെന്നിട്ടാണ് ഇവിടെ കയറി പോയേക്കണത്. ഗൾഫിലേക്ക് പോയത് ഇപ്പൊ ദുബായിൽ. ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കേസുകളുണ്ട്, ഒരുപാട് കേസ്. ഒരു കേസിലും ഇവനെ പ്രതിയാക്കിയിട്ടില്ല. പ്രതി 2-3 കേസിൽ മാത്രമേ അനസ് പ്രതിയുള്ളൂ. അതെ. ബാക്കി എല്ലാവരും അനസിന്റെ പേര് പറയാതെയും പല കേസ്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ കേസ് ഗോൾഡ് കേസാണ്. അല്ല, അതിലെല്ലാം മനസ്സുണ്ട്. സ്വർണം പൊട്ടിക്കൽ കേസ്. അതെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവരായിട്ട് നമ്മൾ ആ കുണ്ടന്ന ആളായിട്ട് നമ്മൾ കണക്ഷൻ അടിച്ചിട്ട് ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഓണറിന് കൊടുക്കാണ്ട് നമ്മൾക്ക് ആ സാധനം തരും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും പാന്റും കളറൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് വരുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ബാത്റൂമിൽ കയറി നമ്മൾ പറയുന്ന ഡ്രസ്സ് അവര് വേറെ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെ ഇവിടെ വരുമ്പോൾ മറ്റവരെ കാണൂല, നമ്മുടെ കൂട്ടത്തിൽ കയറി വരും, അവിടെ നമ്മൾ സാധനം കൊണ്ടുപോകും. പിന്നെ ഒരു തവണ കാസർഗോഡ് ടീമിന്റെ സാധനം ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട വന്ന്. അവരുടെ ടീമിൽ ഒരു കുഴപ്പമില്ലാത്ത ടീമാണ്, അവർ തിരിച്ചു കൊടുത്ത്. പിന്നെ ആ പരിപാടി അനസ് നിർത്തിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് മണ്ണാർക്കാട് കേസ്, രാമനാട്ടിൽ ഒരു കേസ് വന്നായിരുന്നു. ഒരു 5 പേര് മരിച്ചു പോയായിരുന്നു അതില്. അതിന് അനസിന്റെ ഗ്യാങ് കൂടെ നടക്കുന്ന പിള്ളേർ തന്നെയായിരുന്നു അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കൊടുവള്ളി സംഘം അവര് ഏൽപ്പിച്ച ആൾക്കാരല്ലേ, ബാക്കിയുള്ളത് ആൾക്കാരെല്ലാരും. ഇത് കൊട്ടേഷൻ സംഘമായിട്ട് പോയതല്ല. അതിന് മറ്റേ ഗോൾഡ് കൊണ്ടുവന്നൊക്കെ എസ്കോർട്ട് പോലെ പോയിട്ടുള്ള സംഭവം ഉണ്ടായത്. പക്ഷേ വണ്ടി മറിഞ്ഞ് 5 പേര് മരിച്ചുവാണ് ചെയ്തത്. എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 10-300 പേരുണ്ടായിരുന്നു. 300 പേരുണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്. പെട്ടെന്ന് വിളിച്ചു തന്നെ ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. 300 പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 8 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്തരം 100 പിള്ളേർ അതിലല്ല, ഒരു 10-40 പിള്ളേര് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു അനസ് ഒരു പണം തട്ടി നാട് വിട്ടേക്കാണ്. അത് എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പണം തട്ടി എന്ന് പറയുന്നത്? ക്യൂമാക്സ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് കമ്പനി തുടങ്ങി. അത് പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ്. ഇവിടെ നിൽക്കാൻ പറ്റാണ്ട് പൊള്ളാച്ചിക്ക് പോയി. അവിടെ ഒരു ട്രേഡ് കമ്പനി തുടങ്ങി, ക്യൂമാക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി അവിടെ തമിഴ്നാടല്ല, അവിടെ നിന്ന് കുറെ പേരൊക്കെ കളക്ട് ചെയ്ത് ഒരുപാട് ഫണ്ട് പിരിച്ച്. അതിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ മമ്മാലിക്ക എന്ന് പറയും, പെരിന്തൽമണ്ണയാണ്. പിന്നെ അതുപോലെ തന്നെ RK, ഇവിടെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ലോക്കലിൽ നിന്നൊക്കെ ഫണ്ട് പിരിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഫണ്ട് പിരിച്ച് ഞങ്ങളുടെ തന്നെ 3.25 കോടി രൂപയോളം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് കണക്ഷനുള്ള അവരിൽ നിന്നൊക്കെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ മേടിച്ചിട്ട്, അതുപോലെ തന്നെ മമ്മാലിക്കാട് എന്ന് പറഞ്ഞാൽ 10-40 ലക്ഷം രൂപ. പിന്നെ സദ്ദാം എന്ന് പറയും, ഓടക്കാൽ 1 കോടി രൂപയോളം പുള്ളിയുടെ പോയി. പിന്നെ ഓടക്കാൽ റഹീം എന്ന് പറഞ്ഞ ആളുടെ 2-2.5 കോടി രൂപയോളം പോയിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, ഒരുപാട് പേരുടെ ഫണ്ട് പോയിട്ടുണ്ട്. അതിൽ തന്നെ MCT ഫൈസൽ എന്ന് പറയും, അതൊരു 1000 കോടി അടിച്ചിട്ട് പോയ ആള്, മലപ്പുറം ജില്ലയിൽ നിന്ന് 1000 കോടി. MCT ഫൈസൽ എന്ന് പറഞ്ഞ കുറെ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്ത് അനസായിട്ട് ലിങ്ക് ചെയ്തിട്ട് അനസിന് ഒരു 3-3 കോടി രൂപ ചെക്ക് എഴുതി ഓൾറെഡി കൊടുത്ത് അനസിന്. എന്നുവെച്ചാൽ MCT ഫൈസലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അനസ് നേരിടണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അനസ് എന്ത് ചെയ്ത് ഈ MCT ഫൈസലിൽ കൊടുക്കാനുള്ള കുറെ ഫണ്ട് കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ അഡ്വാൻസ് മേടിച്ച് MCT ഫൈസലിൽ നിന്ന് പൈസ റിട്ടേൺ മേടിച്ചതാണ്. അത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കളിയിൽ കുറെ നാൾ ഇവർ തമ്മിൽ പിടിച്ചു നിന്ന് ആ പൈസയും. പിന്നെ ആ ഇടക്കാണ് നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ ഒരു അയാളുടെ പേര് ശെൽവൻ എന്നൊരാളും കൂടി ഇതിൽ വന്നിട്ട് അയാളുടെ ഒരുപാട് ഫണ്ട്, ചെറിയ എമൗണ്ട് അല്ല, പറയാൻ പറ്റുന്ന മുകളിലുള്ള ഒരുപാട് ഫണ്ട് എല്ലാവരോടും കണക്ട് ചെയ്ത് ഒരു 8-9 സിയോളം ഞങ്ങളുടെ ആ ലോക്കൽ എല്ലാവരും തമിഴ്നാടൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ തമിഴന്മാരിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ എല്ലാം കൊണ്ടും
പുള്ളി ഒരു ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞ സംഭവം പൊട്ടിപ്പോയി. അതെ അതെ അതെ, ഓൺലൈൻ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇതിൽ ആഴ്ചയിൽ ഇതിന് വരുമാനം കൂടുതൽ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചത്. ആ പണം ട്രേഡിങ്ങിന്റെ ട്രേഡ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാനാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിന് എതിർത്ത് നിന്ന ഒരു ഇബ്രാഹിം എന്ന് പറയും, അതുപോലെ നിഷിൽ എന്ന് പറയും, ഇവരൊക്കെ പുള്ളി വധിക്കാനായിട്ട് പ്ലാൻ വിട്ട് സ്കെച്ച് ഇട്ട് കറക്റ്റായിട്ട് പുറകെ പോയിട്ട്, അല്ലെങ്കിൽ ആ 2 കേസ് കൂടി വന്നേനെ. ഇബ്രു പിന്നെ അതുപോലെ ജയപ്രകാശ് എന്ന് പറയും, ഒരു പാർട്ടി നേതാവാണ്. പുള്ളീനെ വധിക്കാനായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. പുള്ളി ഒരു എന്തോ കോൺഗ്രസിന്റെ എന്തോ അതിന്റെ കറക്റ്റായിട്ട് എനിക്കറിയില്ല പാർട്ടി. പുള്ളി ഇപ്പൊ കലൂര് താമസിക്കുന്നത്, കലൂരുള്ള ജയപ്രകാശ്. പ്ലാൻ ഇട്ടായിരുന്നു. അതുപോലെ ഇബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ലേ, കൂടെ തന്നെ ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരാ. നിഷില് ഇബ്രു ഇവർക്കൊക്കെ ഇട്ട് പണിയാനുള്ള പ്ലാൻ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടെല്ലാം പോയ ആതിര എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആതിര അനസിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. ആതിര അക്കൗണ്ടിലേക്കാണ് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ തുടങ്ങിയ പിന്നെ കാസി അനസിന്റെ ചേട്ടനുണ്ട്, അസി എന്ന് പറഞ്ഞിട്ട്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ എന്ത് പരിപാടി നടക്കണം അതെല്ലാത്തിന്റെയും എല്ലാം പുള്ളി അറിയാണ്ട് അനസ് ഒന്നും ചെയ്യൂല. പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്കെച്ചിട്ട് ഒരുപാട് പേര് മർഡറാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാര്യം പറയാൻ പറ്റില്ല. പ്രമുഖരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരുപാട് പേര്. എതിർ പാർട്ടിയിലുള്ളവരല്ല എന്ന് വെച്ചാൽ വ്യക്തി വൈരാഗ്യം കൊണ്ടിട്ട് വന്ന കുറെ സംഭവങ്ങളുണ്ട്. കൊട്ടേഷൻ കൊടുത്തു, വേറെ ആൾക്കാർ കൊട്ടേഷൻ കൊടുത്തു. അതിൽ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ ദുബായിലുണ്ടായിരുന്നു. ദുബായിലാണ് ഇപ്പോൾ. ദുബായില് ഒരു നാസ്കോ എന്തോ ഒരു കമ്പനി എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി കൊടുക്കാന്ന്. പുള്ളി എന്തായാലും പാസ്പോർട്ട് ഇവിടെ ഒപ്പിച്ചിട്ടാണ് കയറി പോയത്. അല്ലല്ല, കള്ള പാസ്പോർട്ടും രേഖകളാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പൊ റെഡിയാക്കിയത്. അവിടെ പോയി നിന്നൊരു 1.5 ലക്ഷം കൊടുത്ത സംഭവം കിട്ടും. ബാംഗ്ലൂര് ഒരു ഹുസൈൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളി വഴിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഹുസൈൻ. ഇല്ലില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കള്ള പാസ്പോർട്ട് പോയിട്ടില്ല. പോകുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് അവിടുന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അതെ അതെ, ഈ ശ്വേതാ മേനോനൊക്കെയാണ്. അതെ, അതിലുണ്ട് ഷിയാസ് കരീം ഉണ്ട്. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ അനസിനെ ഇവിടുന്ന് ഇപ്പൊ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നതും എല്ലാം ഷിയാസ് കരീമാണ്. ഷിയാസ് കരീം ഈ ഗ്യാങ്ങിലുള്ളതാണോ? ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു പെണ്ണ് കേസ് ഷിയാസ് കരീമിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അനസിന്റെ അടുത്തായിരുന്നു ഷിയാസ് കരീം. അവിടെ തന്നെയാണ് ഷിയാസ് കരീമാണ് ആ ബന്ധങ്ങളോടെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷിയാസ് കരീം വന്നേക്കണ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. കാര്യം ഇവിടെ വന്ന ആകെ ഫോളോ ചെയ്തേക്കണ അനസ് ഷിയാസ് കരീമിന് മാത്രമാണ് ആ ഫോളോ ലിസ്റ്റിൽ വന്നേക്കുന്നത്. പിന്നെ അവരുടെ നല്ല ബന്ധങ്ങളാണ്. ഇപ്പൊ ദുബായിലും ഓൾറെഡി ഇപ്പൊ ഗോൾഡിന്റെ പരിപാടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇവര് തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഗോൾഡ് കടത്ത് സിനിമ മേഖലയിലുള്ളവർക്ക് ഈ സ്വർണ്ണക്കടത്തിലൊക്കെ പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആരോപണം ഒരു കാലത്ത് ഉയർന്നു വന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളെപ്പോലുള്ള ഈ ഗാങ്ങുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വർക്കുകൾ നടക്കണ്ടാവും. പക്ഷെ എനിക്കിപ്പോ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. നമ്മുടെ അനസ് ഇപ്പൊ ഓൾറെഡി പോയി ഇപ്പൊ നടക്കുന്നത് ഗോൾഡിന്റെ വർക്കിനാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഉദ്ഘാടന സമയത്ത് ഇപ്പൊ ഈ ആദ്യത്തെ ഒരു ന്യൂസ് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടുന്ന് വിട്ട് ഗാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയേക്കാണ്. ആഫ്രിക്കൻ രാജ്യത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, അപ്പൊ അങ്ങോട്ട് മുങ്ങിയിട്ട് പിന്നെ അവിടത്തുള്ള വിവരങ്ങൾ എനിക്ക് അപ്പോൾ ആൾക്കാർ വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി മുഖ്യമന്ത്രിക്കാണെങ്കിലും DGPക്ക് എല്ലാവർക്കും ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അനസിനെതിരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു തിരിച്ചൊരു അറ്റാക്ക് ഉണ്ടാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചടിക്കുന്ന ഒരു ഉണ്ട്. അപ്പോൾ ആൾക്കാരുണ്ട്, കേരളത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് ഓൾറെഡി. തമിഴ്നാട്ടിലാണെങ്കിലും ഉണ്ട്. അല്ല, പേടിയൊന്നും സംഭവമില്ല. ഇതിപ്പോ ഇതിനോടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പേടിയുണ്ടെങ്കിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. തട്ടിപ്പാണ് മെയിനായിട്ട് കാര്യം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അയാളുടെ കടസം കീഴെടുക്കാന്നുള്ള മാത്രമേ ഉള്ളി ചിന്തിക്കുള്ളൂ. ഇവിടെ ഒരുപാട് പേർക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എല്ലാവരും പഠിച്ചിട്ട് പോയിക്കണം. എല്ലാവരും മുന്നോട്ടൊന്ന് പറയാനുള്ള മടി കാരണം എന്താ പറയാ, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരുന്നതാ. അതുപോലെ ഇപ്പൊ കാണാൻ കഴിയുന്ന കാര്യം പല കൊട്ടേഷൻ സംഘങ്ങൾ നേതാക്കന്മാരും റീൽസുകൾ ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് വന്നുള്ള റീൽസ്, ഇതൊക്കെ ഒരു ബ്രാൻഡിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണോ ഈ റീൽസ് ഒക്കെ? റീൽസ് ആദ്യം ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ അറിവിലാണെങ്കിൽ അനസ് തന്നെയാണ്. അനസ് പെരുമ്പാവൂർ ഇങ്ങനെ റീൽസ് ഇട്ടിരുന്നത്. അത് പുള്ളി തന്നെ പുള്ളിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് എത്തും. കുറെ ആൾക്കൂട്ടവും വണ്ടിയൊക്കെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നൊക്കെ ഒരു ഉണ്ടാവും. അങ്ങനെ തോന്നും, അങ്ങനെ അതിലേക്ക് കയറി വരികയും ചെയ്യും. ആരാധന കാരണം നിരവധി ചെറുപ്പക്കാർ വന്നിട്ടുണ്ടോ? അങ്ങനെ അത് കണ്ടിട്ട് തന്നെ ഫാൻസ് ഗ്രൂപ്പും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്, ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഇഷ്ടം ഒരു 4-5 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് വീഡിയോ കിട്ടി പിന്നെ ഒരെണ്ണുള്ളൂ, ഇപ്പൊ അതൊക്കെ പോയി. ഇവര് വീണ്ടും സജീവമായിട്ടുണ്ടല്ലേ? എല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്ന മൈൻഡാണ് എനിക്ക് ഇറങ്ങുന്ന എന്റെ ഒരു തോന്നല്. നിലവിൽ ആരൊക്കെ ഇപ്പം മരട് അനീഷ്, തമ്മനം ഫൈസല്, പിന്നെ ആരൊക്കെയാണ് ഇപ്പൊ സജീവമായിട്ടുള്ളത്? ഇപ്പൊ പറഞ്ഞ ഫൈസലും അനീഷിന്റെ ആൾക്കാരും ഉണ്ട്. പുള്ളീനെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ, പിന്നെ അധികമൊന്നും കേൾക്കാറില്ല. എന്ന് വെച്ചാൽ ഉണ്ട്, ഓൾറെഡി ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ എല്ലാവരും കുറെ മതിയായ ആൾക്കാരാണ്. കാര്യം കുറെ കേസും ബഹളവും ഒക്കെ വന്നിട്ട് എല്ലാരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കണാണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത കൂടുതലാണ്. കാര്യം പ്രശ്നങ്ങൾ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. കുടിപ്പകയും പ്രശ്നങ്ങളും അങ്ങോട്ട് കൊണ്ടുണ്ടായ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ വഴികളാണ് വന്നേക്കണേ എല്ലാം. അത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലല്ല, ട്രിവാൻഡ്രമാണ് ഗുണ്ടാസംഘങ്ങൾ കൂടുതലുള്ളതാണ് എന്റെ അറിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്പയും ഇതൊക്കെ അടിച്ചാൽ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പിന്നെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ തമ്മിൽ അങ്ങോട്ടും കൂടും പ്രശ്നങ്ങളും ഇതും ഒരുപാട് ഇപ്പൊ യുവാക്കൾ ഇതിലോട്ട് തന്നെ വന്ന് ഒരുപാട് ഭാവിയും പോകുന്നുണ്ട്. ഇതിലോട്ട് വരാൻ കാരണം ഒരു തൊഴിലില്ലാത്തതായിരിക്കും ഒരു വിഷയം. ജോലി കിട്ടാത്തതുകൊണ്ടാണോ, അത് ഇത് കുട്ടി കിട്ടിയോണ്ട് നിങ്ങൾക്ക് അമിതമായ ഒരു വരുമാനം കിട്ടുന്നുണ്ടോ? ഈ വരുമാനത്തിന്റെ അല്ല ഇത് പിന്നെ പറയാ കുറെ ചോരത്തിളപ്പെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് കുറെ തല്ലും കൊണ്ട് പോലീസുകാരുടെയും കൊണ്ട് മാറും, കുറെ ചുമയൊക്കെ വന്ന് ഞാൻ മാറാം. ഏത് പ്രായത്തിലേക്കായിരിക്കും ഈ ഗ്യാങ്ങിലോട്ട് വരുന്നത്? അതൊരു 22-23 അതിലേക്ക് ഒരു ആവേശം നോക്കും. ഇപ്പൊ റീൽസ് ഒക്കെ ഇട്ട് ഇപ്പൊ കളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ റീൽസ് ഇട്ട് ഇങ്ങനെ ആൾക്കാരെ അത്ര മാത്രമേ ഉള്ളൂ, അതിലൊന്നുമില്ല. അപ്പൊ അനസ് ഇത്രയും റീൽസ് ഇട്ട് എല്ലാവരും അനസ് ഭയങ്കര ഭീകരനാണ്, അനസ് ഭയങ്കര പണിക്കാരാണ് നിൽക്കുന്നത്, ഒന്നുമില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡൗൺ ആവുന്ന തന്നെയാണ്. ഇല്ലില്ല, അനസ് ഒരാളുടെ മോന്തക്കിട്ട് അടിച്ച് അനസ് ആരെങ്കിലും പണിതതോ അനസ് ആരെങ്കിലും ഓടിച്ചിട്ടതോ അങ്ങനെ അനസ് ആരെങ്കിലും വെട്ടിയതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, കൂട്ടത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ച് നിന്നുള്ള ഇതാണ്. പുള്ളി മുമ്പിൽ നിൽക്കുന്നുള്ളൂ. നല്ലൊരു സീൻ വന്നു കഴിഞ്ഞാൽ പുള്ളി പുറകോട്ട് വിളിച്ചിട്ട് പിന്നെ ഏതുവഴി പോയി അറിയാം. പുള്ളി പിന്നെ കാണൂല. പുള്ളിനെ പിന്നെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുള്ളൂ. പിന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നത്, നിങ്ങൾ കയറി വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ് അങ്ങനെ ഫൈസലല്ല, ഫേസിലാണ്, ക്രിസ്ത്യാനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസലാണ്. അത് അവന് ഓൾറെഡി സാമ്പത്തികം ഉള്ളതാണ്. ഫൈസൽ എന്ന് പറഞ്ഞ ആൾക്ക് ഓൾറെഡി സാമ്പത്തികം ഉണ്ട്. അതൊരു ഗുണ്ടായുസത്തിലേക്ക് ഇറങ്ങി പോയതല്ല എൻ്റെ അറിവിൽ ഫൈസല്. കാര്യം സാഹചര്യം കൊണ്ട് വീട്ടിൽ കുറെ അച്ഛനും കുറെ മറ്റേ ഒരാളുണ്ടായിരുന്നു, ഫാദറായിട്ട് എന്തോ പ്രശ്നത്തിൽ അയാളുടെ അഡ്വക്കേറ്റ് മാണി എന്ന് പറഞ്ഞ ഒരാളുടെ കാല് വെട്ടിയൊരു കേസുണ്ട് ഫൈസലിന്. അപ്പൊ അന്നുണ്ടായ ഒരു വിഷയത്തിൽ അങ്ങനെ വന്ന് ഗ്യാങ് കൂടി വന്നതാണ്. അനീഷിന്റെ ഒക്കെ ഉണ്ടായിട്ട് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രീലാൻസ് ആയിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്ത ആളാണ്. എല്ലാവരുടെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ രീതി അറിയാം, എല്ലാവരും ഒപ്പം ഉള്ളതാണ്, ഉണ്ടായിട്ടുണ്ട്. ആരായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യം അങ്ങനെ ഒന്നുമില്ല. സാധാരണ പറയാറുണ്ട്, നമ്മൾ ഒരു ഗ്യാങ്ങിൽ നിന്ന് വേറൊരു ഗ്യാങ്ങിലോട്ട് പോകുമ്പോഴൊക്കെ അതിന്റെ പിന്നാലെ വന്ന് നിങ്ങളെ വേട്ടയാടുന്നു, അതിന്റെ കുടിപ്പക ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഗ്യാങ്ങിൽ നിന്ന് വേറെ മാറി ഗ്യാങ്ങിലേക്ക് പോയാൽ ആ ഗ്യാങ്ങുകാർക്ക് ഏറ്റവും കൂടുതൽ സംശയം നമ്മൾ തന്നെ ആയിരിക്കുള്ളൂ. ഒരു ടീമിന്റെ ഒപ്പം നിന്നിട്ട് ഇത്ര വേറെ ടീമിലേക്ക് പോകുമ്പോൾ ഓൾറെഡി സംശയം ഉണ്ടാവും. അങ്ങനെ പോകണതല്ല, നമുക്ക് എല്ലാവർക്കും സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അതിൽ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരാൾ വന്നിട്ട് വിളിച്ചിട്ട് ഇന്നൊരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ അതിലൂടെ പോകും, വേറെ സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ അവരൂടെ പോകും. അങ്ങനെയുള്ളതാണ്, അല്ല ബന്ധങ്ങൾ വെച്ചിട്ടുള്ള ഇതല്ല അത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അനസിന്റെ പേര് ഇപ്പൊ എല്ലായിടത്തും കാണാം. ന്യൂസ് ചാനലിലൊക്കെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അനസിന്റെ പേര് കാണാം, ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കും, പെരുമ്പാവൂർ അനസിന്റെ പങ്കെന്ന് പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് രാവിലെ പത്രം എടുത്തിട്ട് നല്ല കേസിന്റെ നമ്മളെ കൊണ്ട് വിളിപ്പിക്കും പത്ര ഓഫീസിലേക്ക്. അനസിന്റെ പങ്കുണ്ട് സാറേ എന്നും പറഞ്ഞു നമ്മൾ വിളിച്ച് പറയും. അപ്പൊ തന്നെ അതിൽ എഴുതി കാണിക്കും. അത് കഴിഞ്ഞാൽ എന്റെ പോലീസുകാർ ഇറങ്ങുമ്പോൾ ഇല്ലാന്ന് മനസ്സിലാവും. ഈ ഇത്രയും കേസിൽ വന്നിട്ട് അനസിന് ആ കേസൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഷിയാസ് കരീം എൻ്റെ ഇതിൽ നോക്കി അറിയാൻ പറ്റും, അനസായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ. അതൊരു ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് തോന്നണത്. അനസ് ഇത്ര വലിയൊരു കൊട്ടേഷൻ, വലിയൊരു രാജാവാണ്, രാജാവിനെ തോളത്ത് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഇമേജാണ്. ഈ രാജാവ് ഞങ്ങളെല്ലാം പഠിച്ചിട്ടാണ് പോയി നിൽക്കുന്നത്, രാജാവിന് വേണ്ടി ഞാൻ പണിയെടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ കിട്ടാറുണ്ടോ? ചില അവസരങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായാലും വിളിച്ചു പറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയക്കാർ വിളിച്ചു പറയും, ഒരു ഇതുള്ളൊക്കെ ഒതുക്കിയൊക്കെ തരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ പാർട്ടിക്കാരും എന്ന് പറയല്ല. ഇപ്പൊ പാർട്ടിയുടെ പേരെങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ഓൾറെഡി ഇലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ പറയാൻ പറ്റൂല. കാര്യം കൊച്ചിയിലുള്ളവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. പക്ഷെ അതിങ്ങനെ പേര് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് അവരെ കൊണ്ടൊക്കെ വൈറലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ട്.
പങ്കുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് വിളിച്ചു പറയും. അവര് നമ്മുടെ സ്റ്റേഷനിലാണെങ്കിലും സഹായിക്കാറുണ്ട്. അതുപോലെ നിങ്ങളെ സഹായിക്കണമെങ്കിൽ തിരിച്ച് നിങ്ങളുടെ സഹായം അവർക്ക് കിട്ടണമല്ലോ. അത് ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ സഹായിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓഫീസാണ് തല്ലിപ്പൊളിക്കാനാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ കേസുകളൊക്കെ അത്രേ ഉള്ളൂ. സിനിമ അവർക്ക് വേണ്ടിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. സിനിമ പ്രമുഖ താരങ്ങൾക്ക് വേണ്ടി താരങ്ങൾക്ക് വേണ്ടി അറിയാവുന്നവർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കൊട്ടേഷൻ വർക്ക് എടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. തല്ലാലും ഭീഷണിപ്പെടുത്തലാണ്. ഭീഷണിപ്പെടുത്തി നിൽക്കാറുണ്ട്. മറ്റു സിനിമാ താരങ്ങളെ അല്ല, അത് ചിലപ്പോ പ്രൊഡ്യൂസർ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അവർക്കെതിരെ ആയിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ബന്ധമെന്ന് പറഞ്ഞാൽ അവരവിടെ കൊണ്ടുപോയി ഇപ്പൊ ഒരു സ്റ്റേഷനിൽ ഒരു 3 വർഷം ഒരു പോലീസുകാരനായിരിക്കും, സാറന്മാരായിരിക്കും. അവരായിട്ട് ആ 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കയറി ഇറങ്ങിയ കാര്യമുള്ള. അപ്പൊ അങ്ങനെ കണ്ടുള്ള പരിചയം മാത്രം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് പോലീസുകാരെ സഹായം ഒന്നും കിട്ടാറില്ല. ഇല്ല. ഗുണ്ടാ സംഘങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വരുന്ന ചെറുപ്പക്കാരോട് എന്നാ പറയാനുള്ളത്? പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം നമുക്കിപ്പോ ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണത്, ഇതിൽ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് ഊരി പോകാൻ പറ്റും? ഈ ഗ്യാങ്ങിന്റെ ഈ ശൃംഖലയിൽ നിന്ന് നിങ്ങൾക്ക് അല്ല ഊരി പോകാൻ പറ്റുന്ന ഒരുപാട് പേര് ഊരി പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടു പോകാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മുടിയൊന്നും നടക്കൂല നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ. അതിന് മുമ്പ് പോകും. നല്ല തല്ലും കൊണ്ട് ഒത്തും കൊണ്ടൊക്കെ പോകും. പിന്നെ പോലീസുകാർ, അതെ. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചുമയുടെ മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കേണ്ടി വരും. പിന്നെ നാട്ടുകാരെല്ലാം പോലീസുകാരെല്ലാം കൊണ്ടുവരും. അല്ലാണ്ട് അതിനപ്പുറത്തേക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ജീവിതം പോവും, അത്രേ ഉള്ളൂ. ലൈഫ് ഒരു ഗുണ്ടാ നേതാവായിട്ടുള്ള ഔറംഗസേബിനെ പറയാനുള്ളത്. കാരണം എത്രയൊക്കെ നമ്മൾ വലിയ അല്ലെ താരപരിവേഷമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണ്ടാ ഗ്യാങ്ങുകളുടെ ഇടയിൽ കിട്ടും. അധികം നാള് ആയുസ് ഉണ്ടാകത്തില്ല. അതെ. ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ടൊന്നും പുറത്തൊന്നും പോകാൻ പറ്റൂല. അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. പോയി കഴിഞ്ഞാൽ എപ്പോ വേണേലും ഏത് സമയത്തും അവിടെ ഒന്നും വരാല്ല. പിന്നെ അവരെ കൂടി അതിൽ ബാധിക്കേണ്ടല്ല. അതായത് നേട്ടങ്ങളൊന്നുമില്ല, കുറെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈഫിൽ നഷ്ടപ്പെടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്രഗ് മാഫിയ അതും ഈ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? എന്റെ ഇതിലിപ്പോ അനസിന് ഓൾറെഡി ഒരു കേസ് വന്നിട്ടുണ്ട്. ലഹരി കേസുണ്ട്. ഫസ്റ്റ് ഒരു 2-3 കേസ് ലഹരി കേസാണ്. അത് പുള്ളിനെ പറ്റി ഒരു കുറ്റം പറയുന്ന കാര്യമല്ല, നേരിട്ടുള്ള ഇൻവോൾവ് ആയതല്ല. അത് അല്ലാണ്ട് വന്നതിന്റെ കേസാണ്. പിന്നെ ഈ ഗുണ്ടായിസ് ഇപ്പൊ ഇതിലൊന്നും ലഹരിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. കാര്യം ഞങ്ങൾ കൂടുതലും കുടിക്കാത്ത മരിക്കാത്ത ആൾക്കാരുണ്ട്. ഇല്ല വലിയ കുടിയൊന്നും നമ്മളില്ല, ഞാനില്ല വലിയ കുടിയൊന്നും. എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഒരു ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാടി കയറി ഇങ്ങനെ പോയി പേരെടുക്കുമ്പോൾ ആ ഒരു ആവശ്യത്തിൽ പോയതാണ്. അല്ലാണ്ട് വേറെ എന്നെ ഉപേക്ഷിച്ച് പറയാം, അങ്ങനെ പോയതാണ്. എന്നിട്ട് പിന്നെ ഈ ലെവലിൽ ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുന്നു. ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും അല്പം ഭയം ഉണ്ടായിരിക്കാം. പുറത്തിപ്പോ വൈകുന്ന നേരത്തും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളൊരിതുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ഈ ഫീൽഡിൽ പോയാൽ എന്തായാലും റോട്ടിൽ കിടന്ന് മരിക്കുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ കിടന്ന് കട്ടുമ്പോൾ കിടന്ന് മരിക്കാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ പോകാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഗുണ്ടാ നേതാക്കന്മാർക്കും ഗുണ്ടാ സംഘങ്ങൾക്കും കുടുംബജീവിതമൊക്കെ ഉണ്ടോ? ഇഷ്ടംപോലെ കുടുംബം വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ട്. കുടുംബത്തായിട്ട് പോകുന്നത്. പിന്നെ പഴയ ആൾക്കാർ കംപ്ലീറ്റ് ഒതുങ്ങി മാറിപ്പോയി. അവർക്ക് മനസ്സിന്റെ അവരൊക്കെ ഇപ്പൊ ദീനി മാർഗത്തിലേക്ക് പോയേക്കാൻ. ദീനി മാർഗമായിട്ട് ഷാജിക്കൊക്കെ നേരത്തെ തന്നെ മാറിപ്പോയ ആൾക്കാരാണ്. ഇതിന്ന് മാറിപ്പോയി ആൾക്കാരാണ്. അതിന്റെ എനിക്കധികം അത് പുള്ളിനെ വ്യക്തമായിട്ടുള്ള അറിയാവുന്നതാണ്. എന്നാലും വലിയ ഇതൊന്നുമില്ല. കമ്പനി അങ്ങനെ ബേസായിട്ടൊന്നുമില്ല. എന്നാലും വലിയ വിഷയങ്ങൾക്കൊന്നും ഇല്ലാന്നാണ് എന്റെ അറിവ്. കുടുംബാംഗങ്ങൾ എപ്പോഴെങ്കിലും പിന്തിരിപ്പിക്കാറില്ല? അത് ഇഷ്ടം പോലെ. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലായിരിക്കും എനിക്ക് 6 പെങ്ങന്മാരും ഞാൻ ഒരാണ് മാത്രമാണ്. വിവാഹം കഴിഞ്ഞു? വിവാഹം ഓൾറെഡി ഇപ്പൊ കമ്പ്യൂട്ടർ ആയി നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഉണ്ടാവും ഇവിടെ തന്നെ. ഇഷ്ടം പോലെ. എപ്പോഴും പറയണത് തന്നെ ആയിരിക്കുള്ളൂ. അതെ. ഇപ്പൊ നിങ്ങള് സാറിന് ഉപദേശം വെച്ച് നോക്കുമ്പോ സാറിന് ഇത് ജോബാണ്. ഞങ്ങളുടെ ജോബ് ഇതാണ്. ഇതിങ്ങനെ ഇതിപ്പോ ഏറ്റവും അവസാനം എന്റെ ഞാൻ പറഞ്ഞില്ലേ, ചെന്ന് വീണവര് മാറിപ്പോകാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ ചിലവര് പണി കിട്ടി പോവും, ചിലവര് എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? അവസാനമായിട്ട് പറയാന്ന് വെച്ചാൽ ആരും ഇതിലോട്ടൊന്നും എനിക്കങ്ങനെ പറയുമ്പോൾ എന്നെ കളിയാക്കുള്ളൂ ഓൾറെഡി. എന്ന് വെച്ചാൽ ആരും ഇതിലൊന്നും ഒന്ന് പെടാതിരിക്കുക. എല്ലാവരും നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോവാം, ഈ ഫീൽഡിലേക്ക് വരാതെ. ഞാൻ പറഞ്ഞില്ലേ, ഫാൻസ് ഗ്രൂപ്പും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറെ പേര് ഇതില് ആവേശവും ലൈക്കടിയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വളരെ വ്യക്തമാണ്. ഔറംഗസേബാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം, പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തല്. കാരണം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സ്വർണം പൊട്ടിക്കലുണ്ട്, മറ്റ് തട്ടിപ്പുകളുണ്ട്, തട്ടിപ്പ് നടത്തി നാടുവിടുന്നവരുണ്ട്. വീണ്ടും ഈ കൊട്ടേഷൻ സംഘങ്ങൾ കൊച്ചിയിൽ സജീവമാകുന്നു എന്നുകൂടി ഔറംഗസേബ് പറയുകയാണ്. കാരണം ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളില്
കൊച്ചിയിൽ ഒരു വലിയ സംഘടനകൾക്ക് ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ വരെയും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ഈ സംഘത്തിലേക്ക് കൊട്ടേഷൻ നേതാക്കന്മാർ, ഗുണ്ടാ നേതാക്കന്മാരോടുള്ള ആരാധന കാരണം ഇതിലേക്ക് എത്തിപ്പെടുന്ന ചെറുപ്പക്കാരോട് ഒരു ഉപദേശം കൂടി പറയുന്നുണ്ട്. കാരണം അധികം ആയുസ് ഉണ്ടാകില്ല, എന്നെങ്കിലും ഇത് ഈ പറയുന്ന പോലെ കട്ടിലെ കിടന്ന് മരിക്കാൻ കഴിയില്ല, പുറത്തെവിടെയെങ്കിലും വെച്ച് പണി കിട്ടും എന്നാണ് ഔറംഗസേബ് പറയുന്നത്. അത് തന്നെ മാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇതുപോലുള്ള സംഘങ്ങളിൽപ്പെട്ടാൽ നിങ്ങളുടെയൊക്കെ ഭാവി നശിക്കുമെന്ന കാര്യമാണ് തിരിച്ചറിയേണ്ടത്.